അവനെ ധാരാളം ഉപദ്രവിച്ചു, ഇഷ്ടമാതിരി ഉപദ്രവിച്ചിട്ടുണ്ട്. അടിയടിയൊക്കെ കൈ കിട്ടി. ഇത് ഇങ്ങനെ കിട്ടുന്നവന്മാർ ആദ്യം അങ്ങ് ഇടിക്കും എടുത്തിട്ട് കേട്ടോ. എന്തിനാണ് ഇടിക്കുന്നതെന്ന് വെച്ചാൽ അവന്മാർക്ക് പറഞ്ഞുകൂടാ ഇടിക്കുന്നത്. അത് കാരണം അത് ഞാൻ സാറിന് പറയാറുള്ള പോലെ, കാരണം ഇത് ഈ നാട്ടിലുള്ള ഒരുത്തനല്ല, അവൻ ദൂരെ നിന്ന് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നേക്കുന്നു. അവൻ ഇവിടെ കാര്യം എന്താണ്, അല്ലാതെ അവന്മാരെ നന്നാക്കാനൊന്നും അല്ല. അവനെ അടിച്ചുകൊണ്ട് അവൻ നന്നാവൂ ഒന്നുമില്ലല്ലോ. മാത്രമല്ല ഇവന്മാർക്ക് എന്താ വൈരാഗ്യം ഇതിനകത്ത്, ഇവർക്ക് എന്താ കാര്യം? ഇത് ആലോചിച്ചപ്പോഴേ എനിക്കൊരു ഓർമ്മ വന്ന ഒരു കാര്യം കൂടെ പറയാം. വെറുതെ ചിലർ വഴക്കുണ്ടാക്കാറുണ്ട്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, ഹോൾസെയിൽ സ്റ്റോറിൻ്റെ കാറ് തിരുവനന്തപുരത്ത് അവർ വന്ന വഴിക്ക് അവർ ഈ വാടി കടപ്പുറത്ത്, കൊല്ലത്ത് ആ കടപ്പുറത്ത് വന്ന് ആ വണ്ടി റിവേഴ്സ് ചെയ്ത് കേട്ടോ. ഒരിടത്ത് റിവേഴ്സ് ചെയ്തപ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു. ഒന്നും സംഭവിച്ചില്ല, ഇടിച്ചതേ ഉള്ളൂ. അവിടെ കൂടിയവന്മാർ, അവിടെ കുറേ പേര് കൂടിയിട്ട് പറഞ്ഞ് കാശ് തരാൻ പറഞ്ഞ് എന്തുവാ പോസ്റ്റിലിടിച്ചു. ഈ പോസ്റ്റിൽ ഇടിച്ചെങ്കിൽ അവരിറങ്ങി പറയുന്നുണ്ട് പോസ്റ്റിൽ ഇടിച്ച് സുഹൃത്തെ വല്ലതൊന്നും പറ്റില്ല, ഒരു ചെറിയ ഭാഗം എൻ്റെ ഇളവി പോയതേ ഉള്ളൂ, അത് കാശ് തരാതെ പോകണ്ടെന്ന്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പോസ്റ്റേ യവന്മാർക്ക് പൈസ കൊടുക്കണമെന്ന് ഇങ്ങനെ പറയുന്നവന്മാർ വരെ നമ്മുടെ നാട്ടിലുണ്ടായി. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഏതായാലും ഒരു താലിബാൻ മോഡലിൽ ഇടപാടായിപ്പോയി. ഈ സ്ത്രീ ഈ ആത്മഹത്യ ചെയ്യാനുള്ള ഒരേ ഒരു റീസൺ ഇതാണ്. അവർക്ക് ജീവിച്ചിരിക്കാൻ ഒക്കാത്ത ഒരു സാഹചര്യമായി. സത്യമല്ലേ പറയുന്നേ? നാട്ടുകാർ മൊത്തം അറിയല്ലേ ഇങ്ങനെയുള്ള ഒരു കാര്യം. പറയുന്നത് ഒന്നുമില്ലെങ്കിൽ പോലും അത് അത്ര വളരെ മോശമായിട്ട് അങ്ങ് പറഞ്ഞ് പരത്തത്തില്ലേ, നമ്മുടെ നാടല്ലേ. അപ്പോൾ അത് കാരണം ഇവർക്ക് വേറെ മാർഗമില്ലാതെ വന്നു. അതിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. ഇവന്മാർ അനുഭവിക്കും, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അത് എഴുതിയും വെച്ചിട്ടുണ്ട് വിശദമായിട്ട്. അപ്പം മാത്രമല്ല, ഇത് ഒരു പാർട്ടി ഓഫീസ് അവിടെ കൊണ്ടുപോയി ഇവന്മാരെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇവരാരാ? യവന്മാർക്ക് ഏത് അധികാരമാണ് ഇത് ഉപയോഗിച്ചാൽ ചെയ്യുന്നേ? ഒന്നുമില്ലാതെ ഇതേപോലെ ഒരു സ്ത്രീയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. അത് താലിബാൻ മോഡൽ ഇടപാടാണ്. അത് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നതെന്ന് പറയുന്നത് വളരെ മോശമാണ്. അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമായിപ്പോയി. ഇത് ഇനിയെങ്കിലും ആളുകൾ ശ്രദ്ധിക്കണം. മന്യ ആളുകളുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ കൈയടത്തേണ്ട വല്ല കാര്യമുണ്ടോ? അത് ഒന്നുമില്ല, അവരവിടെ നിന്ന് സംസാരിച്ചാണ്. അതിന് ഇവന്മാർക്ക് എന്താ വേണം അവർ സംസാരിക്കുന്നതിന്? അത് പരസ്യമായിട്ട് വേറെ എന്തെങ്കിലും അങ്ങനെ നാട്ടിൽ വലിയ ദൂഷ്യം ഉണ്ടാക്കുന്ന വിധത്തിലോ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ തടയാം എന്നൊക്കെ പറയാം. നമുക്ക് പറയാം ഇങ്ങനെ ചെയ്യരുത്, ഇവിടെ ഇത് പരസ്യമായിട്ട് ഇത് പാടില്ല എന്നൊക്കെ പറയാം. ഇത് അങ്ങനൊന്നുമില്ലല്ലോ. കാര്യം പറഞ്ഞാലേ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടെന്നാണ്. അന്നേരമായി പിടിച്ചോണ്ട് പോയി അവനെ എടുത്തിട്ട് പൊതിരെ തല്ലിയത്. ഇത് കഴിഞ്ഞപ്പോൾ അവൻ എവിടാന്ന് അറിയാൻ വയ്യ. ഇനി അവൻ എന്തെങ്കിലും ചെയ്താൽ അതിനും കൂടെ അവന്മാർ അനുഭവിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്.